വയനാടിനെ ദുരന്ത ഭൂമിയാക്കി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. 100-ലധികം പേർ മരിച്ചു. 128 പേർ ചികിത്സയിൽ. മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. മേപ്പാടി ചൂരൽമല ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ 700ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു. 300 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. അപകടം ഹൃദയഭേദകമെന്ന് മുഖ്യമന്ത്രി. 93 മൃതദേഹങ്ങൾ കണ്ടെത്തി. സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് പിണറായി വിജയൻ. അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ആകാവുന്ന എല്ലാ രീതിയിലും തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിൽ 200 അംഗ സൈനിക സംഘവും ഏഴിമല നാവിക അക്കാദമി സംഘവും. ഏകോപനം 5 മന്ത്രിമാർ ചേർന്ന്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി കനത്ത മൂടൽമഞ്ഞും മഴയും. വയനാട് ദുരന്തത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ദുഃഖാചരണം. ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. ദുരിതബാധിതരെ ചേർത്ത് പിടിക്കണം. വയനാട് ദുരന്തം പാർലമെന്റിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ റെഡ് അലർട്ട്. കണ്ണൂരിൽ കണിച്ചാർ പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ. തൃശൂർ മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 2 പേർക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട, കാസർഗോഡ്, തൃശൂർ, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി.